ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. അപ്പോൾ മിസ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മളുടെ ജൂനിയർ ലാബറട്ടറി അസിസ്റ്റൻറ്റിൻ്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഓൾറെഡി നമ്മളൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് തന്നെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ മെംബ്രേനിയസ് കവറിങ് ഓഫ് ലങ്സ്. അപ്പോൾ ലങ്സിൽ ഉള്ള അല്ലെങ്കിൽ ലങ്സിനെ കവർ ചെയ്യുന്ന ഒരു എന്താ പറയുക കവറിങ്ങിൻ്റെ പേരാണ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് അല്ലേ. ദ മെംബ്രേനിയസ് കവറിങ് ഓഫ് ലങ്സ്. അപ്പോൾ നമുക്ക് മൊത്തം 4 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഓപ്ഷൻസ് ആയി നോക്കാം. അതിൽ ഒന്നാമത്തെ ഓപ്ഷനാണ് പ്ലൂറ, രണ്ടാമത്തത് പെരിറ്റോണിയം, ദെൻ സ്ക്ലീറ, മറ്റൊന്ന് പെരികാർഡിയം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ് ഈ പറയുന്ന പെരികാർഡിയം എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്കറിയാം പെരികാർഡിയം അല്ലേ, നമ്മളെ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരാളാണെന്ന് മനസ്സിലായി അല്ലേ. നമ്മളെ ഹാർട്ടിനെ കവർ ചെയ്യുന്ന ലെയറാണ് ഈ പറയുന്ന പെരികാർഡിയം എന്ന് പറയുന്ന ലെയർ. ഇനി അടുത്ത ഓപ്ഷനാണ് സ്ക്ലീറ. ഓൾറെഡി നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരാളാണ് സ്ക്ലീറ. അതായത് നമ്മുടെ കണ്ണിന്റെ ഔട്ടർമോസ്റ്റ് ലെയറിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സ്ക്ലീറ. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പെരിറ്റോണിയം. പെരിറ്റോണിയം എന്ന് പറഞ്ഞാൽ നമ്മളുടെ അബ്ഡോമിനൽ ക്യാവിറ്റി അല്ലെങ്കിൽ അബ്ഡോമിനൽ റീജിയനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന പെരിറ്റോണിയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ പെരിറ്റോണിയം ഇസ് ആക്ച്വലി ഒരു ലെയർ ആണ് നമ്മളുടെ അബ്ഡോമിനൽ ക്യാവിറ്റിനെയൊക്കെ ലൈൻ ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ അബ്ഡോമിനൽ ഓർഗൻസിനെയൊക്കെ ഒന്ന് കവർ ചെയ്യാനൊക്കെയാണ് ഈ പറയുന്ന പെരിറ്റോണിയത്തിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ. അടുത്ത ഓപ്ഷനാണ് പ്ലൂറ. അപ്പോൾ നമ്മുടെ പ്ലൂറയാണ് ആക്ച്വലി നമ്മുടെ ലങ്സിനെ കവർ ചെയ്യുന്ന ഒരു മെംബ്രേനിയസ് കവറിങ്. ഇത് മെയിൻലി നമ്മൾ 2 ലെയേഴ്സ് ആണ് ഇതിലുള്ളത്, അല്ലെങ്കിൽ ഡബിൾ ലെയേർഡ് ആയിട്ടുള്ള ഒരു കവറിങ് ആണ് ഈ പറയുന്ന പ്ലൂറ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ എ ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ ടിഷ്യൂസ് ഡ്യൂറിങ് ഡിസീസ് കണ്ടീഷൻ. അതായത് നമുക്കൊരു അസുഖം വരുന്ന ഒരു കണ്ടീഷനിൽ നമ്മളുടെ ബോഡിയിലെ എല്ലാ ഭാഗങ്ങളും അല്ലെങ്കിൽ നമ്മുടെ എല്ലാ സെൽസിലും ടിഷ്യൂസിലൊക്കെ കുറേ ചേഞ്ചസ് വരും. അപ്പം ഇങ്ങനെ നമ്മൾ ഒരു ഡിസീസ്ഡ് കണ്ടീഷൻ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ടിഷ്യൂസിൽ നമ്മളെടുത്ത് എന്താ പറയുക ഈ പറയുന്ന ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രോഗത്തിൻ്റെ അല്ലെങ്കിൽ രോഗങ്ങളുടെ കാരണം ആരാണ് അല്ലെങ്കിൽ ആരുകൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത്, അങ്ങനെയുള്ള ഡിസീസസിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിസീസിൻ്റെ എന്താ പറയുക എങ്ങനെയാണ് ഇവരുടെ മോഡ് ഓഫ് ആക്ഷൻ എന്നൊക്കെ പറയുന്നത്, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ടിഷ്യൂസ് ഉപയോഗിച്ച് നമുക്ക് ഈ പറയുന്ന ഡിസീസസിനെ കുറിച്ചുള്ള പഠനത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന ബ്രാഞ്ച് ഓഫ് സയൻസ് അല്ലെങ്കിൽ ഏത് എന്താ പറയുക ഈ പറയുന്ന ബ്രാഞ്ച് ആണ് എന്നാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ ക്ലിനിക്കൽ പാത്തോളജി, ദെൻ ഹിസ്റ്റോപാത്തോളജി, സൈറ്റോപാത്തോളജി, സൈറ്റോജെനറ്റിക്സ്. അപ്പോൾ ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോഡി ഫ്ലൂയിഡ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സിൽ എന്താ പറയുക എക്സാമിനേഷൻ ചെയ്ത് കഴിഞ്ഞ ശേഷം അതിനകത്തുള്ള എന്താ പറയുക അണുക്കൾ ഏതൊക്കെയാണെങ്കിൽ അതിനകത്ത് ഡിസീസ് കോസിങ് ആയിട്ടുള്ള ആളുകളുണ്ടോ എങ്കിൽ അവരുടെ കുറിച്ചുള്ള ഒരു പഠനത്തെയാണ് നമ്മൾ ഈ പറയുന്ന ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറഞ്ഞാൽ. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഹിസ്റ്റോപാത്തോളജി. ഹിസ്റ്റോ എന്ന് പറഞ്ഞാൽ അറിയാം ഇൻ റിലേഷൻ ടു ടിഷ്യൂ എന്നാണ് അർത്ഥം. ബട്ട് ഹിസ്റ്റോപാത്തോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടിഷ്യൂസിൻ്റെ അകത്ത് ഇതേപോലെ തന്നെ ഒരു ഡിസീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കാരണങ്ങളൊക്കെ കുറിച്ച് പഠിക്കുന്ന ഒരു മേഖലയാണ് ഈ പറയുന്ന ഹിസ്റ്റോപാത്തോളജി എന്ന് പറഞ്ഞാൽ. ഇനി സൈറ്റോപാത്തോളജി. സൈറ്റോ എന്ന് പറഞ്ഞാൽ സെൽ എന്നാണ് അർത്ഥം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ സൈറ്റോപാത്തോളജി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന സെൽസിനെ വെച്ചിട്ട് നമ്മൾ ഈ പറയുന്ന ഡിസീസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് ഈ പറയുന്ന സൈറ്റോപാത്തോളജി എന്ന് പറഞ്ഞാൽ. ഇനി സൈറ്റോജെനറ്റിക്സ്. അപ്പോൾ സൈറ്റോ ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു എന്താണ് ഈ പറയുന്ന സെല്ലാണെന്ന് പറഞ്ഞിരുന്നു അല്ലേ. ജെനറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ക്രോമോസോമൽ ലെവൽ. അപ്പം ഈ പറയുന്ന സെല്ലും ക്രോമോസോംസും തമ്മിലുള്ള ഒരു കണക്ഷൻ അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു മേഖലയാണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സൈറ്റോജെനറ്റിക്സ് എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്തായിരിക്കും, അത് ഹിസ്റ്റോപാത്തോളജിയാണ് ഉത്തരമായിട്ട് വരുന്നത്. അതായത് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദി സ്റ്റഡി ഓഫ് സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ ടിഷ്യൂസ് ഡ്യൂറിങ് ഡിസീസ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരം ഹിസ്റ്റോപാത്തോളജി ആണ്. നിങ്ങളെല്ലാവരും ഈ പറയുന്ന ഓപ്ഷൻസ് എന്താണെന്ന് മനസ്സിലാക്കണം, അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കണം. അപ്പം ഇങ്ങനെ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മറ്റ് ഓപ്ഷൻസിൽ നിന്നുള്ള എന്താണെങ്കിൽ ഓപ്ഷൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമുക്ക് എന്ത് ചെയ്യും കിട്ടും. ഇനി അടുത്ത ചോദ്യം നോക്കാം. ദ ഫാദർ ഓഫ് ബാക്ടീരിയോളജി.
നമ്മൾ കഴിഞ്ഞ ഒരു PYQ സെഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ പറയുന്ന വാക്സിനേഷൻ്റെ ഫാദറിനെ കുറിച്ചൊക്കെ പറഞ്ഞു അല്ലേ, എഡ്വേർഡ് ജെന്നർ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഓൾറെഡി ആ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും എഡ്വേർഡ് ജെന്നർ അല്ല ഇതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് അടുത്ത കുറച്ച് ആൾക്കാരെ നോക്കാം. ആന്റൺ വാൻ ല്യൂവൻഹോക്ക് അല്ല, ഏറ്റവും ആദ്യത്തെ ഒരു ലൈഫ് സെല്ലൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന ആന്റൺ വാൻ ല്യൂവൻഹോക്ക്. ഇനി അടുത്തത് റോബർട്ട് കോച്ച്. ആക്ച്വലി റോബർട്ട് കോച്ചാണ് ഈ പറയുന്ന ഫാദർ ഓഫ് ബാക്ടീരിയോളജി എന്ന് നമ്മൾ പറയുന്നത്. ഇനി റുഡോൾഫ് വിർച്യു, നല്ല പരിചയമുള്ള പേര് അല്ലേ. റുഡോൾഫ് വിർച്യു ആരായിരുന്നു? നമ്മളുടെ ഈ പറയുന്ന ഓംനിസ് സെല്ലുലെ ഈ സെല്ലുലെ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പ്രൊപ്പോസ് ചെയ്ത ആളാണ്. അതായത് നമ്മളുടെ സെൽ തിയറിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു പോസ്റ്റുലേറ്റ് ഒക്കെ പ്രൊപ്പോസ് ചെയ്ത ആളാണ് ഈ പറയുന്ന റുഡോൾഫ് വിർച്യു എന്ന് പറഞ്ഞാൽ. ഇത് മാത്രമല്ലാതെ തന്നെ നമ്മൾ ഷ്വാനിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം അല്ലേ, ഷ്വാൻ ആൻഡ് ഷ്ലീഡൻ. ഈ രണ്ടുപേരും കൂടി ഈ പറയുന്ന സെൽ തിയറിയിലേക്ക് കുറേയധികം കോൺട്രിബ്യൂഷൻസ് തന്നിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ നമ്മൾ ഈ 3 ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻ ആയിട്ടാണ് നമ്മൾ സെൽ തിയറിനെ പറയുന്നത്. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ചോദ്യം, ദ ഫാദർ ഓഫ് ബാക്ടീരിയോളജി എന്ന് പറഞ്ഞാൽ ആരാണ്? റോബർട്ട് കോച്ചാണ്. ഇനി നാലാമത്തെ ചോദ്യം നോക്കാം. വിഡാൽ ടെസ്റ്റ് ഇസ് യൂസ് ഫോർ ഡയഗ്നോസിസ് ഓഫ്. അപ്പം ഏതോ ഒരു അസുഖത്തിൻ്റെ ഡയഗ്നോസിസ് അല്ലെങ്കിൽ ഏതൊരു അസുഖത്തിനെ കുറിച്ച് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഈ പറയുന്ന വിഡാൽ ടെസ്റ്റ്. അപ്പം ഏത് അസുഖമാണ് എന്നാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കുറച്ച് അസുഖങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന് ആന്ത്രാക്സ് ഉണ്ട്, ചിക്കൻ പോക്സ് ഉണ്ട്, ടൈഫോയിഡ് ഉണ്ട്, സിഫിലിസ് ഉണ്ട്. അപ്പം ആന്ത്രാക്സ് എന്ന് പറയുന്ന ഈ ഒരു ഡിസീസിനെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഈ പറയുന്ന PCR, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. നിങ്ങൾ ബയോടെക്നോളജി ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ, ബയോടെക്നോളജിയൊക്കെ നിങ്ങളിപ്പോൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയുന്ന കാര്യം തന്നെയാണ് ഈ പറയുന്ന PCR എന്താണെന്നുള്ളത്. ഇതേപോലെ തന്നെ നമ്മളുടെ HIV എന്ന് പറയുന്ന ഈ രോഗാവസ്ഥയ്ക്കും എയ്ഡ്സ് എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയ്ക്കൊക്കെ നമ്മൾ PCR മെത്തേഡ് ഉപയോഗിക്കാറുണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത ഡിസീസാണ് ചിക്കൻ പോക്സ്. അപ്പോൾ ചിക്കൻ പോക്സ് ആക്ച്വലി അത് കോസ് ചെയ്യുന്നത് ഒരു വൈറസ് ആണ് അല്ലേ, വെറിസെല്ല വൈറസ് ആണ് ഈ ചിക്കൻ പോക്സ് കോസ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ പോക്സിൻ്റെ ഡയഗ്നോസ് എന്ന് പറഞ്ഞാൽ അവിടെ ആൻറ്റിബോഡി ടെസ്റ്റ് ആണ് സാധാരണ ചെയ്യാറ്. അപ്പം ആൻറ്റിബോഡി ടെസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ചിക്കൻ പോക്സിനെ ഡയഗ്നോസ് ചെയ്യുന്നത്. ഇനി ടൈഫോയിഡ് നോക്കുക. അപ്പോൾ ടൈഫോയിഡ് അല്ലെ, സാൽമണല്ല ടൈഫി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ് ഈ ടൈഫോയിഡ് ഫീവർ ഉണ്ടാക്കുന്നത്. സോ ഈ പറയുന്ന ടൈഫോയിഡിൻ്റെ ഡയഗ്നോസ് ചെയ്യാനുള്ള ടെസ്റ്റാണ് ഈ പറയുന്ന വൈഡൽ ടെസ്റ്റ് അല്ലെങ്കിൽ വിഡാൽ ടെസ്റ്റ് എന്ന് ചില ആൾക്കാർ പറയും. അപ്പോൾ വിഡാൽ ടെസ്റ്റോ വൈഡൽ ടെസ്റ്റോ എന്തായിക്കോട്ടെ, അപ്പം അതിനെ ടൈഫോയിഡ് എന്ന് പറയുന്ന രോഗത്തെ അല്ലെങ്കിൽ രോഗാവസ്ഥയെ നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ എടുക്കുന്ന ടെസ്റ്റാണിത്. ഇനി സിഫിലീസ്. അപ്പോൾ സിഫിലീസും സാധാരണഗതിയിൽ നമ്മൾ ഈ പറയുന്ന മെത്തേഡൊക്കെ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ PCR മെത്തേഡൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യാറുണ്ട്. അപ്പോൾ നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ്? പറയുന്ന ടൈഫോയിഡ് ആണ്. ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കാം. ദ ബ്ലഡ് സെൽ ഹെൽപ്സ് ഫോർ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. അല്ലെ, നിങ്ങൾ ബ്ലഡ് ക്ലോട്ടിംഗ് മെക്കാനിസം ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. കുറേ അധികം പ്രോട്ടീനുകൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ബ്ലഡ് ക്ലോട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഡിസോർഡറിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ, ഹീമോഫീലിയനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പം ചോദ്യം ഇങ്ങനെയാണ്, ബ്ലഡിൻ്റെ ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന ബ്ലഡ് സെല്ല് ഏതാണ് എന്നാണ് ചോദ്യം. അപ്പം 4 ഓപ്ഷൻസ് ഉണ്ട് അതിൽ. മോണോസൈറ്റ്, പ്ലേറ്റ്ലെറ്റ്, ലിംഫോസൈറ്റ്, ഈസ്നോഫില്. അപ്പം 4 ആൾക്കാർ നമുക്കൊന്ന് എടുത്തെടുത്ത് നോക്കാം. ഫസ്റ്റത്തെയാണ് മോണോസൈറ്റ്. അപ്പം മോണോസൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ മാക്രോഫേജസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. മാക്രോഫേജ് ആണ്, അതായത് ഫാഗോസൈറ്റോസിസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഈ പറയുന്ന മോണോസൈറ്റ്. ഇയാൾ കൂടാതെ നമ്മളെ ന്യൂട്രോഫിലാണ്. ന്യൂട്രോഫിൽ എന്ന് പറയുന്ന WBC ആണ് കുറച്ചും കൂടി കൂടുതലായിട്ടും ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്ന പ്രോസസ്സിൽ കുറേ അധികം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മോണോസൈറ്റിസ് എന്നൊരു മാക്രോഫേജ് ആണ് ഈ പറയുന്ന പ്രോസസ്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ലിംഫോസൈറ്റ് എന്ന് പറയുമ്പം നമ്മളുടെ ഇമ്മ്യൂണിറ്റി ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള, നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഇമ്മ്യൂണിറ്റി ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇതിൽ തന്നെ 2 ടൈപ്പ് ഓഫ് ലിംഫോസൈറ്റ്സ് ഉണ്ടാകുന്നുണ്ട്. B ലിംഫോസൈറ്റ്സും ഉണ്ട്, T ലിംഫോസൈറ്റ്സും ഉണ്ട്. B ലിംഫോസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോൺ മാരോയിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ലിംഫോസൈറ്റ് ആണ്. T എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തൈമസിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ഓപ്ഷൻ ഈസിനോഫിൽ.
ഒരു വ്യക്തിയിൽ അലർജി ഉണ്ടാവുകയാണെങ്കിൽ ബോഡിയിൽ ഏറ്റവും കൂടുതൽ അളവിൽ കാണുന്ന ഒരു ബ്ലഡ് സെല്ലാണ് ഈ പറയുന്ന എസ്നോഫിൽ. അപ്പം അലർജി ഉണ്ടാകുന്ന സമയത്താണ് ഇയാളുടെ അളവും കാര്യങ്ങളൊക്കെ കൂടുന്നത്. അപ്പം അലർജി ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഇസ്നോഫിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ ഏതാ? പ്ലേറ്റ്ലെറ്റ്. അപ്പോൾ പ്ലേറ്റ്ലെറ്റ് ആണ് നമ്മളുടെ ഈ പറയുന്ന ബ്ലഡ് ക്ലോട്ടിംഗ് മെക്കാനിസത്തിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബ്ലഡ് സെൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ചോദ്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം ഞാൻ 4 ഓപ്ഷൻസ് പറഞ്ഞു, 4 ഓപ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്തു. ഈ 4 എണ്ണവും നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്യണം കേട്ടോ. നോട്ട് ചെയ്യുക, നിങ്ങളുടെ കീവേഡ്സ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് എഴുതി വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 6ാമത്തെ ചോദ്യം നോക്കാം. ദ ബാക്ടീരിയ അപ്പിയേഴ്സ് ഇൻ ചൈനീസ് ലെറ്റർ പാറ്റേൺ. അല്ലെ, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ചൈനീസ് ലെറ്റർ പാറ്റേണിൽ എന്താ പറയുക, ആ ഒരു പാറ്റേൺ പോലെ ആയിട്ട് കാണപ്പെടുന്ന ബാക്ടീരിയ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതായത് ആ ബാക്ടീരിയയുടെ ഷേപ്പാണ് ചോദിക്കുന്നത് ചോദ്യത്തിൽ. അപ്പോൾ നമുക്ക് 4 ബാക്ടീരിയസ് ഉണ്ട്. സാൽമണല്ല, സ്ട്രെപ്റ്റോകോക്കസ്, കോർണി ബാക്ടീരിയം, സ്റ്റെഫൈലോകോക്കസ്. ഇതിൽ സാൽമണല്ല എന്ന് പറയുന്ന ബാക്ടീരിയ ആക്ച്വലി അയാൾ റോഡ് ഷേപ്പാണ്. അല്ല, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? റോഡ് ഷേപ്പ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക, ബാസിലസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. സ്പെരിക്കൽ ഷേപ്പ് ഉണ്ട്, കോമ ഷേപ്ഡ് ബാക്ടീരിയാസ് ഉണ്ട്. അപ്പോൾ അതിൽ സാൽമണല്ല എന്ന് പറഞ്ഞാൽ അതൊരു റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ്. ഇനി സ്ട്രെപ്റ്റോകോക്കസും സ്റ്റെഫൈലോകോക്കസും ഈ 2 ബാക്ടീരിയയും ആക്ച്വലി സ്പെരിക്കൽ ഷേപ്പിലായിരിക്കും നിൽക്കുന്നത്. ഇപ്പോൾ സ്പെരിക്കൽ ഷേപ്പിൽ നിൽക്കുന്ന 2 ബാക്ടീരിയാസ് ആണ് സ്ട്രെപ്റ്റോകോക്കസും സ്റ്റെഫൈലോകോക്കസും. അപ്പോൾ ഉത്തരം ഏതായിരിക്കും എങ്ങനെയാണെങ്കിൽ? നമ്മുടെ കോർണി ബാക്ടീരിയമാണ് ഉത്തരമായിട്ട് വരുന്നത്. ചൈനീസ് ലെറ്റർ പാറ്റേണിൽ കാണപ്പെടുന്ന ഒരു ബാക്ടീരിയയാണ് എന്ത്? കോർണി ബാക്ടീരിയം. മറ്റ് 3 എണ്ണം, ഒരാൾ റോഡ് ഷേപ്പിലും മറ്റു 2 പേര് സ്പെരിക്കൽ ഷേപ്പിലുമാണ് കാണുന്നത്. അപ്പോൾ 6ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി 7ാമത്തെ ചോദ്യം നോക്കാം. പ്രഗ്നൻസി ടെസ്റ്റ് ഇസ് ബേസ്ഡ് ഓൺ ഡിറ്റക്ഷൻ ഓഫ്. ഇപ്പോൾ പ്രഗ്നൻസി ടെസ്റ്റ് അല്ലെ, നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഒക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ട് അല്ലേ? ഹ്യൂമൻ റീപ്രൊഡക്ഷൻ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ കുറേ അധികം ഹോർമോൺസിനെ പഠിച്ചിട്ടുണ്ടാവും, അവരുടെ മെക്കാനിസംസ് എന്തൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലെ? മെൻസ്ട്രൽ സൈക്കിൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഇവിടെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, പ്രഗ്നൻസി അല്ലെങ്കിൽ കൺസീവ്ഡ് ആണെന്ന് അറിയാനായിട്ട് സഹായിക്കുന്ന ഹോർമോൺ എന്താണ് എന്നാണ് ഈ ആക്ച്വലി ഈ ഒരു ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം 4 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തതാണ് ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ, അതായത് HCG എന്ന് പറയുന്ന ഹോർമോൺ. മറ്റൊന്ന് ഈസ്ട്രജൻ, മറ്റൊന്ന് പ്രൊലാക്റ്റിൻ, പിന്നെ പ്രൊജസ്റ്ററോൺ. 4 ഹോർമോൺസ് ഉണ്ട്. അതിൽ നിങ്ങൾ ഈ പ്രൊജസ്റ്ററോൺ നോക്കുക. നമ്മൾ കോർപ്പസ് ല്യൂട്ടിയം ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ ഗ്രാഫിൻ ഫോളിക്കിളൊക്കെ എല്ലാം റപ്ചറായി ബാക്കി വരുന്ന ഗ്രാഫിൻ ഫോളിക്കിളിൻ്റെ ഭാഗങ്ങളെല്ലാം കൂടി കൂട്ടിച്ചേർന്ന് ഒരു സ്ട്രക്ചറായിട്ട് മാറുന്നു. ആ സ്ട്രക്ചറിനെയാണ് നമ്മൾ കോർപ്പസ് ല്യൂട്ടിയം എന്ന് പറയുന്നത്. ഈ സ്ട്രക്ചറിൽ നിന്നും അല്ലെങ്കിൽ ഈ പറയുന്ന കോർപ്പസ് ല്യൂട്ടിയിൽ നിന്നും പുറത്തേക്ക് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ആക്ച്വലി ഈ പറയുന്ന പ്രൊജസ്റ്ററോൺ. അപ്പം പ്രൊജസ്റ്ററോണിന്റെ മെയിൻ ആയിട്ട് വരുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻസി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്നത് മാത്രമാണ്. അല്ലെങ്കിൽ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് അല്ലെങ്കിൽ കൺസീവ് ആകുമ്പോൾ ഈ പ്രൊജസ്റ്ററോൺ ആ ഒരു ടൈമിൽ എന്താ പറയുക ഉണ്ടാകുമെങ്കിലും അതല്ല ഈ ഒരു ടെസ്റ്റ് പോസിറ്റീവ് ആവാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ. ഇനി 2ാമതാണ് പ്രൊലാക്റ്റിൻ. പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞാൽ മിൽക്ക് പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. അതായത് ആഫ്റ്റർ ഡെലിവറി ലാക്ടേഷൻ പീരീഡിലേക്ക് വരുമ്പം ആ സമയത്ത് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഹോർമോണാണ് ഈ പറയുന്ന പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ. ഇനിയാണ് ഈസ്ട്രജൻ. ഒരു ഫീമെയിലിൻ്റെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ മീഡിയേറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഈ പറയുന്ന ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ. ദ ഫൈനൽ വൺ ഇസ് HCG, അതായത് ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ. ഇയാളാണ് ഈ പറയുന്ന പ്രഗ്നൻസി ടെസ്റ്റിൽ ഈ പറയുന്ന ഇത് പോസിറ്റീവ് ആകാനായിട്ട് കാരണമായിട്ടുള്ള ആള്. അതായത് വൺസ് അത് കൺസീവ് കണ്ടീഷൻ ആകുന്ന സമയത്ത് പ്ലാസെൻ്റെയാണ് ഈ പറയുന്ന HCG എന്ന് പറയുന്ന ഹോർമോണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ 7ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി 8ാമത് നോക്കാം. The ideal pH for Leishman stain for malaria parasite demonstration. മലേറിയ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക് ആയിരുന്നു അല്ലേ? അപ്പോൾ മലേറിയ പാരസൈറ്റിന്റെ ഡെമോൺസ്ട്രേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ലേഷ്മൻ സ്റ്റെയിനിന്റെ pH എത്രയാണെന്നതാണ് ചോദ്യം. ഞാൻ ഡയറക്റ്റ് ആൻസറിലേക്ക് പോകാം. ഓപ്ഷൻ സി 6.8 ആണ് നമ്മൾ ഈ പറയുന്ന മലേറിയൽ പാരസൈറ്റിന്റെ ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന
PHന്റെ എമൗണ്ട് അല്ലെങ്കിൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 6.8 നമ്മളിവിടെ ഉപയോഗിക്കുന്ന PH. അപ്പോൾ 8ാമത്തെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ്. ഇനി 9ാമത്തെ ചോദ്യം നോക്കാം. ദ പവർ ഹൗസ് ഓഫ് എ സെൽ. ഒരു സെല്ലിന്റെ പവർ ഹൗസ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലെ? എന്താണ് അത്? മൈറ്റോകോൺട്രിയ ആണ്. ഇവിടെ മറ്റു ഓപ്ഷൻസിൽ റൈബോസോംസ് ഉണ്ട്, മീസോസോംസ്, ഗോൾഗി ബോഡീസ്. ഈ പറയുന്ന ടേംസ് എല്ലാം നിങ്ങൾക്ക് ഫെമിലിയർ ആണെന്ന് അറിയാം. അപ്പം റൈബോസോംസ് ഒന്നും കൂടി നമ്മളൊന്ന് റിവൈൻഡ് ചെയ്യിപ്പിക്കുകയാണ്. റൈബോസോംസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സൈറ്റ് ഫോർ എന്ത്? പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്ന ഒരു സൈറ്റ് ആണ് ഈ പറയുന്ന റൈബോസോംസ്. നമ്മൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു അല്ലെ? RER എന്ന് പറയുന്ന കാര്യമൊക്കെ പറഞ്ഞിരുന്നു. ഇനി മീസോസോം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ടീരിയയിൽ കാണുന്ന ഒരു ഫോൾഡിങ് പോലത്തെ ഒരു സ്ട്രക്ചറാണ് ആക്ച്വലി മീസോസോം എന്ന് പറഞ്ഞാൽ. ഇവര് നമ്മളെ റെസ്പിറേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഭാഗം കൂടിയിട്ടാണ്. ഇനി ഗോൾഗി ബോഡീസ്. ഇപ്പൊ ഗോൾഗി ബോഡീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീനുകളെല്ലാം വന്ന് വീഴുന്നത് ഈ പറയുന്ന ഗോൾഗി ബോഡീസിലാണ്. അവിടെ എത്തിക്കഴിഞ്ഞ ശേഷം അതിനെ കംപ്ലീറ്റ് ആയിട്ട് പാക്ക് ചെയ്ത് വയ്ക്കുക എന്നതാണ് ഈ പറയുന്ന ഗോൾഗി ബോഡീസിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 10ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ദ ഇൻഫെക്ഷൻസ് ട്രാൻസ്മിറ്റഡ് ഫ്രം ഇൻഫെക്റ്റഡ് ആനിമൽസ് ടു മാൻ. ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു മൃഗത്തിൽ നിന്നും മനുഷ്യനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അസുഖങ്ങളെ വിളിക്കുന്ന പേരെന്താണ്? കോമൺ ആയിട്ട് വിളിക്കുന്ന പേരെന്താണ്? അതാണ് നമ്മളുടെ അവസാനം 10ാമത്തെ ചോദ്യത്തിൽ പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം ആദ്യം നോസോകോമിയൽ ഡിസീസ് അല്ലെ? നോസോകോമിയൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റൽസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അസുഖങ്ങളാണ്. അതായത് നമ്മൾ ഇങ്ങനെ പറയാറില്ലേ, നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ നല്ല അത്യാവശ്യം ഒരു മാസ്ക് ഒക്കെ വെച്ച് അല്ലെങ്കിൽ പറയും എന്താ കുറച്ചും കൂടി സെക്യൂർ ആയിട്ട് പോകണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അല്ലെങ്കിൽ സെക്കൻഡറി ഇൻഫെക്ഷൻസ് വരാനായിട്ടുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സാധ്യതകൾ ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഈ പറയുന്ന ഹോസ്പിറ്റലിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫെക്ഷൻസ് ടൈപ്പാണ് നമ്മൾ ഈ പറയുന്ന നോസോകോമിയൽ ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു ഹോസ്പിറ്റൽസ്. അങ്ങനെ ഓർത്തിരിക്കട്ടോ. ഇനി എക്സോട്ടിക് ഡിസീസ് എന്ന് പറയാം. എക്സോട്ടിക് എന്ന് പറഞ്ഞാൽ ഒരു റീജിയനിൽ നിന്നും പുറത്ത് കാണുന്ന അസുഖങ്ങളൊക്കെയാണ് ഈ പറയുന്ന എക്സോട്ടിക് ഡിസീസസ് എന്ന് പറഞ്ഞാൽ. ഇനി കണ്ടേജിയസ് ഉണ്ട് അല്ലേ? അതായത് ഒരാളിൽ നിന്നും അടുത്തൊരാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അസുഖങ്ങൾ മനുഷ്യനിൽ നിന്ന്, അതാണ് കണ്ടേജിയസ് ആയിട്ടുള്ള ഡിസീസ് എന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മളെ സാധാരണയായിട്ടുള്ള ഈ STDs, അതേപോലെ തന്നെ നമ്മളൊരു ഫ്ലൂ ആണെങ്കിൽ അങ്ങനെ. അപ്പം ഇങ്ങനെയുള്ള ഒരു ഇൻഫെക്റ്റഡ് ഒരു പേഴ്സണിൽ നിന്നും അടുത്തൊരു പേഴ്സണിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഈസ് എ കണ്ടേജിയസ്. ഇനി ലാസ്റ്റ് വൺ ആണ് എന്ത്? സൂണോട്ടിക്. സൂ അറിയാം, സൂ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം, ഇവിടെ ആരാ ഉള്ളതെന്ന് അറിയാം. അപ്പം സൂണോട്ടിക് ആണ് ആക്ച്വലി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു മൃഗത്തിൽ നിന്നും നമ്മുടെ മനുഷ്യനിലേക്ക് പാസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡിസീസസ്. അപ്പം 10ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് മിസ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ. അപ്പം എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് തന്നെ ഈ എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നോക്കുക. അതേപോലെ തന്നെ നമ്മളുടെ ഈ പറയുന്ന ജൂനിയർ ലാബറട്ടറി അസിസ്റ്റന്റ് പോലെയുള്ള പല PSC കോഴ്സിലേക്കും നമ്മൾ ഇവിടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ ഒട്ടും സമയം വൈകിക്കാതെ തന്നെ എന്ത് ചെയ്യുക, ഇത്രയും വേഗം വന്നവിടെ ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പറയുന്ന കോഴ്സ് ഡീറ്റെയിൽസിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്മളുടെ ഡൗട്ട് ഫോമിൽ ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്യുക. നമ്മൾ ഉടനെ തന്നെ നമ്മൾ വിവരങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. സോ താങ്ക് യു. മികച്ച പഠനം മിന്റിനൊപ്പം.